മാഡ്രിഡ് അവരുടെ പരിശീലകനായിട്ടുള്ള സാവിയെ പുറത്താക്കാനുള്ള പ്രധാന 3 കാരണങ്ങൾ. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പയുടെ സാവി പുറത്തായതിനു ശേഷമുള്ള പ്രതികരണം. സാവിയെ പുറത്താക്കിയ തീരുമാനം ശരിയോ തെറ്റോ നമുക്ക് പരിശോധിക്കാം. ആദ്യമേ തന്നെ റയൽ മാഡ്രിഡ് മാനേജ്മെന്റ് സാവി പുറത്താക്കാനുള്ള തീരുമാനം മ്യൂച്വലി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ ഇതിനുള്ള പ്രധാന 3 കാരണങ്ങളായിട്ട് പറയുന്നത്, ഒന്നാമത്തെ കാരണം ടീമിനകത്തുള്ള പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് വരുന്ന പല റിപ്പോർട്ടുകളുണ്ട്. ടീമിനകത്ത് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്, താരങ്ങൾക്കിടയിൽ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. റയൽ മാഡ്രിഡിന്റെ മാനേജ്മെന്റ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അറിയാലോ, റയൽ ചെയ്യുന്നത് ഗാലക്റ്റിക്കോസ് എന്ന പ്ലാനാണ്. സൂപ്പർ താരങ്ങളെ ഒരുമിച്ച് കളിപ്പിക്കുക എന്നൊരു പദ്ധതി. അത് വളരെ മികച്ചതാണ്, വളരെ മികച്ച രീതിയിൽ റയൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു പദ്ധതിയിൽ ഒരു കോച്ചിനെ കൊണ്ടുവരികയാണെങ്കിൽ ആ കോച്ചിന് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്യുക എന്നതാണ്. എന്നാൽ റയലിന്റെ ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ അങ്ങനെ അല്ല. വളരെ മോശം രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റയലിന്റെ ഡ്രസ്സിംഗ് റൂമിൽ. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് പല തവണ പല മീഡിയാസ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റയലിന്റെ മാനേജ്മെന്റിന് ഇപ്പൊ തോന്നിയിരിക്കുകയാണ് സൂപ്പർ താരങ്ങളെ ഒരേപോലെ മാനേജ് ചെയ്യാൻ സാവിക്ക് കഴിയുന്നില്ല എന്നത്. അത് മാത്രമല്ല, ഒരു കോച്ചിന്റെ തീരുമാനമായിരിക്കണം ഏറ്റവും പ്രധാന തീരുമാനം. ആ ഒരു തീരുമാനത്തെ ഒരിക്കലും ഒരു പ്ലെയറോ ഇല്ലെങ്കിൽ ടീമിലെ മറ്റ് സ്റ്റാഫോ കാര്യങ്ങളോ ആർക്കും സ്വാധീനിക്കാൻ കഴിയരുത് എന്നതാണ് ബേസിക് ആയിട്ട് റയൽ മാഡ്രിഡ് മാനേജ്മെന്റ് ആലോചിക്കുന്ന ഒരു കാര്യം. ഏതൊരു ക്ലബ്ബും ആഗ്രഹിക്കുന്നത് ഈ രീതിയിലുള്ളൊരു മാനേജർ വേണമെന്നാണ്. കാരണം മാനേജർ ആയിരിക്കണം, ആ ഒരു കോച്ചായിരിക്കണം എൻ്റെ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത്. കഴിഞ്ഞ മാച്ചിന് അവസാനം അങ്ങനെയല്ല കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഇതാണ് ചൊടിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. ഇത് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, റയൽ മാഡ്രിഡ് ബാഴ്സലോണ സൂപ്പർ കോപ്പ ഡി എസ്പാനോ ഫൈനലിന് ശേഷം റയലിനെ പോലെ ഇത്രയും വലിയൊരു ലെഗസി ഉള്ളൊരു ടീം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അവർ ചെയ്തു. ബാഴ്സലോണയ്ക്ക് അവർ ഒരു റെസ്പെക്റ്റ് നൽകിയില്ല. ഒരു വിന്നിങ് ടീമിന് ഗോഡ് ഓഫ് ഓണർ ചെയ്യുക എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാ ടീമും ചെയ്യുന്നതാണ്. റയൽ മാഡ്രിഡ് അത് ചെയ്തില്ല. ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് കിലിയൻ എംബാപ്പയാണ്. ആ ഒരു ഡിസിഷൻ കിലിയൻ എംബാപ്പെ പറയുന്ന സമയത്ത് കോച്ചിന്റെ ഭാഗത്ത് നിന്ന് അതിനൊരു എതിർപ്പ് വരുന്നില്ല. അദ്ദേഹം അത് അംഗീകരിച്ച് ടീമിനെ കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇത് വലിയ രീതിയിൽ റയൽ മാനേജ്മെന്റിനകത്ത് വലിയൊരു ഒരു സ്ഫോടനം തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം പല മാധ്യമങ്ങളും ഈ ഒരു കാര്യം ഇങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നോർമലി കോമൺ ആയിട്ട് നടക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനേജ്മെന്റ് അകത്ത് ഓൾറെഡി ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ള സ്ഥിതിക്ക് അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോൾ അവർക്ക് എല്ലാം കൊണ്ട് തികഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം റയൽ എന്ന് പറയുന്നത് അത്രയും വലിയൊരു ലെഗസി ഉള്ളൊരു ക്ലബ്ബാണ്. ആ ക്ലബിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ബാധിക്കും. അറിയാലോ, പണ്ടത്തെ പോലെയല്ല സിറ്റുവേഷൻ. കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോഷ്യൽ മീഡിയയാണ് എല്ലാ കാര്യങ്ങളും എൻറ്റയർലി ഡിസൈഡ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ഏറിപ്പോകും. ചുരുക്കി പറഞ്ഞാൽ ഏറിപ്പോയി. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതിനോട് യോജിക്കുന്ന രീതിയിലാണ് മൂന്നാമത്തെ റീസൺ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസ് കോൺഫറൻസ് ആണ്. അറിയാലോ, പ്രസ് കോൺഫറൻസിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ 100 തവണ ആലോചിച്ചിട്ടേ പറയാവൂ. കാരണം പണ്ടത്തെ പോലെ അല്ല, അത് വലിയ രീതിയിൽ ഫുട്ബോളിനെ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വർഷം തന്നെ ഇത് പ്രധാന ടീമിലെ 3ാമത്തെ പരിശീലകനാണ് പുറത്താക്കുന്നത്. ഇതിനു മുമ്പ് പ്രസ് കോൺഫറൻസിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കോച്ചിനെ പുറത്താക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഇംഗ്ലണ്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 2 കോച്ചസ് പുറത്തായതിൽ ഒരു പങ്ക് അവരുടെ ആ ഒരു പ്രസ് കോൺഫറൻസിനുണ്ട് എന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ അത് പറഞ്ഞിട്ടുള്ള കാര്യം, സൂപ്പർ കോപ്പ ഡി എസ്പാനോ എന്ന് പറയുന്നത് ഞങ്ങൾ കളിക്കുന്ന ഏറ്റവും ചെറിയ ടൂർണമെന്റ് ആണ് എന്ന് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഒരു പ്രൊഫഷണൽ കോച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതോ വലുതോ എന്താണെങ്കിലും അതൊരു മേജർ ടൂർണമെന്റ് ആണ്, മേജർ ട്രോഫിയാണ്. അത് നേടിക്കഴിഞ്ഞാൽ ടീമിന് അതൊരു നേട്ടം തന്നെയാണ്. അതിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഈ രീതിയിൽ ഒരു റെസ്പോണ്ട് വരാൻ പാടില്ലായിരുന്നു. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, റയൽ മാഡ്രിഡ് തോറ്റിട്ടുള്ളത് അവരുടെ റൈവലായിട്ടുള്ള ബാഴ്സയോടാണ്. ബാഴ്സയോട് തോറ്റതിന് ശേഷം ഈ രീതിയിലൊരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ അത് മാനേജ്മെന്റ് അകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ബോർഡിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് മറ്റൊരു കാരണമായിട്ട് പല വലിയ ചാനലുകളും ഇത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പല മുൻ താരങ്ങളും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കിലിയൻ എംബാപ്പയുടെ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം എന്താണെന്ന് നോക്കാം. അതായത് സാവിയെ പുറത്താക്കിയിട്ടുള്ള ആ തീരുമാനത്തിന് ശേഷമുള്ള കിലിയൻ എംബാപ്പയുടെ ആ ഒരു പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
സാബിയിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ അറിയാവുന്ന ഒരു കോച്ചാണ് സാബി. സാബിയുടെ ഫ്യൂച്ചറിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരിടുന്നു. സാബി വന്ന ഫസ്റ്റ് ഡേ മുതൽ എനിക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് സാബി തന്നു. സാബിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് വലിയ രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹം എനിക്ക് പകർന്നു തന്നിട്ടുണ്ട് എന്നതായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഒരു പ്രതികരണം. ഇനി എൻ്റെ ഒപ്പീനിയനിലേക്ക് വരാം. അതായത് റയൽ മാഡ്രിഡ് സാബിയെ പുറത്താക്കാൻ എടുത്ത തീരുമാനം ശരിയോ തെറ്റോ? ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റയലിനകത്ത് പ്ലേയേഴ്സ് തമ്മിൽ, സ്റ്റാഫ്സ് തമ്മിൽ, സാബി തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ള കാര്യം, 7 മാസമേ ആയിട്ടുള്ളൂ. സാബി വന്നിട്ട് 7 മാസമേ ആയിട്ടുള്ളൂ. 34 മാച്ചസേ കളിച്ചിട്ടുള്ളൂ. അതിൽ 4 മാച്ചസ് സമനില, 6 മാച്ചസ് തോൽവി, 24 മാച്ച് ജയിച്ചു. ഹാൻസി ഫ്ലിക്ക് വന്ന ആദ്യത്തെ 34 മാച്ചിലെ ഹാൻസി ഫ്ലിക്കിന്റെ സ്റ്റാറ്റ്സ് ഇതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ സ്റ്റാറ്റ്സ് ആണ്. എന്നാൽ ഹാൻസി ഫ്ലിക്കിന് ഒരു ട്രോഫി ഉണ്ടായിരുന്നു, അതായത് സൂപ്പർ കോപ്പ ഡി എസ്പാനോ ട്രോഫി, കഴിഞ്ഞ വർഷം നേടിയത്. റയലിനെ തോൽപ്പിച്ചിരുന്നു എന്നതല്ലാതെ വേറെ വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. സാബിയും റയലിനെ തോൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാച്ച് 1-2 ഗോളുകൾക്ക് സാബിയും തോൽപ്പിച്ചിട്ടുണ്ടല്ലോ റയലിനെ. അപ്പോൾ റയൽ മാനേജ്മെന്റിന്റെ ഈ ഒരു തീരുമാനം എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം ടീമിലെ ഒരു കോച്ചിന്റെ ഡിസിഷൻസ് ഇഷ്ടപ്പെടാത്ത പ്ലെയേഴ്സ് എല്ലാ ടീമിലും കാണും, സകല ടീമിലും കാണും, ബാഴ്സയിൽ വരെ കാണും. എന്നാൽ നമ്മൾ ആ ഒരു ഡിസിഷൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. കോച്ചിന് ഒരു 7 മാസം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട്, ഇത് ഫുട്ബോളാണ്, ഇവിടെ മാജിക്കും നടക്കത്തില്ല. ടാറ്റിക്സ് അദ്ദേഹം പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ടാറ്റിക്സ് ആയിരുന്നു സാബിയുടെ ടാറ്റിക്സ്. ലെവർകുസന്റെ മാച്ചസ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഈ ഒരു ടാറ്റിക്സ് കാണാൻ വേണ്ടി ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. ബുണ്ടസ് ലീഗയിൽ ബയൺ മ്യൂണിക്കിന്റെ മാച്ച് പോലും കാണാത്ത ഞാൻ ലെവർകുസന്റെ മാച്ച് ഇരുന്ന് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ ഒരു ടാറ്റിക്സ് കാരണം. അപ്പോൾ അങ്ങനെ ടാറ്റിക്സിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ സമയം കൊടുത്തിരിക്കണം എന്നൊരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫൂട്ടേൽ.